തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. കിറ്റി ഡേ കെയർ. നമ്മളെ നമ്മളിന്ന് തുടങ്ങാൻ പോവാണ്. വിളിച്ചാണ് കേട്ടാ ചിമ്മ കുട്ടി. കൊള്ളാല്ലേ സെറ്റപ്പ്? പിന്നെ കൊള്ളായിരിക്കും. വാച്ച് വാരി വേറെ അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. ഇഷ്ടപ്പെടണമല്ലോ, അല്ലെ പിന്നെ ചെയ്ത ഗുണമല്ലോ. അതേ പിന്നെ 1 2 3 4 5 അതൊക്കെയാണ്. ഓക്കെ ഉണ്ട്, അതുണ്ട്. ഓക്കെ 4 സീസോ, 4 സീസോ 3 സീസോ 4 സീസോ. ഓക്കെ വർക്കിംഗ് ആണ്. എല്ലാ കളറും ഉണ്ടല്ലോ. പിള്ളേരിത് പൊളിക്കും. പൊളിക്കൂല. സ്ട്രോങ് ആണ്. നവാസൊക്കെ പറഞ്ഞപ്പോ ഇത്ര പ്രതീക്ഷിച്ചില്ല. നീ എന്താ താഴെ ഇരിക്കണേ? ബാക്കി എല്ലാണോ മോളി ഇരിക്കുമ്പോ നീ ഇതോ മോളിരി. അത് സെറ്റായി. സെറ്റ് സെറ്റ്. കിറ്റി ഡേ കെയർ ഒരു പൊളി പൊളിക്കും. എന്തിനാ തെരി വെച്ചേക്കണേ? ആരും വരണില്ലേ? പോണ്ടേ? ഇവിടെ പരിപാടി ഒന്നും ഇല്ലേ? എവിടെ എല്ലാരും പോണ്ടേ? ഞാൻ കുറച്ചുള്ളതാണ്. എവിടെ 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 കല്ല് പാറു അമ്മൂമ്മ റെഡിയല്ലേ? എവിടെ എല്ലാരും? ചേച്ചി കല്ല് പാറ് തുറ 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 തുറ. മതി മതി, എത്രയൊക്കെ ഒരുങ്ങിയത് മതി. തുറ. ഡ്രസ് കൊള്ളാവോ? പൊളിച്ചല്ല. പിന്നെ രണ്ടുപേർക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. മാങ്ങ പറിക്കാനല്ല പോണത്, പാറമടയെ ചൂണ്ടയിടാനും അല്ല പോണത്. അപ്പോ വളരെ ഡീസന്റ് ആയിരിക്കണം. ഇനാഗുറേഷൻ സെറമണിയാണ്. എങ്ങനെ ഡീസന്റ് ആവും? എല്ലാം സ്പീക്കണം. എന്നാ ശിവ ബഹളം വെക്കല്ലേ കേശുവേ. എന്നാ പോണ്ടേ? ഹൗ ഡു ഐ ലുക്ക്? കല്യാണത്തിന് പോണടി. ആരോ കല്യാണം? അല്ല, ഡേ കെയറിന്റെ ഇനോഗ്രേഷൻ. ഓ, കളിയാക്കിയതാവും അല്ലേ? പിന്നെ എല്ലാ പിന്നെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. എടാ, കിച്ചി ഡേ കെയറിന്റെ ടീച്ചറാണ് നിൽക്കുന്നത്. എവിടെ? ഇവിടെ കിച്ചി ഡേ കെയറിലെ ശിവാനി ടീച്ചർ. ശിവാനി ടീച്ചർ. അയ്യോ മക്കളെ, ആ തസ്തികയിലോട്ട് ആര് നിയമിച്ചേ? ഞാൻ തന്നെ നിയമിച്ചത്. എന്ത്? ഹലോ, അങ്ങനെ സ്വന്തമായിട്ട് നിയമിക്കാനൊന്നും പറ്റില്ല. നിയമിക്കാനുള്ള ഉത്തരവാദിത്തമുള്ള ആൾക്കാരുണ്ട്. ആര്? ഞാൻ തന്നെ. നീയാ? അല്ല, ആൾക്കാരെ നിയമിക്കാനുള്ള തസ്തികയിലേക്ക് നിന്നെ നിയമിച്ചത് ആരാണ്? അത് ഞാൻ തന്നെ. ആ കൊള്ളാം, ചേലായിട്ടുണ്ട്. ചേട്ടാ, ഓ കുട്ടികളെ ഞാനും പഠിപ്പിച്ചോട്ടെ? ഞാനും പഠിപ്പിക്കട്ടെ? അയ്യോ പറേ, ഇതും ഇതും എത്ര? എത്ര? ആ, നീ പഠിപ്പിക്കണ്ട. മക്കളെ, ഇതെത്ര? 5. ആ സെറ്റ്. പൊളിക്കും. അടുത്തെങ്കിലും വന്ന്. ഇതിന്റെ അമ്മ എവിടെ? വിളിച്ചു കൂണ്ട വരാ. ഇവർക്കൊരു കാര്യം പറയാം. ഇവിടെ വിളിച്ചു കൂണ പോലെ അവിടെ കയറി വിളിച്ച് കൂവേണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. അതെ, എനിക്ക് വേണ്ടത്ര റെസ്പെക്ട് തന്നോളാം. എന്തിനാ? എടാ, എന്റെ ഈ ലുക്കൊക്കെ കണ്ടിട്ട് ഒരു ടീച്ചറിന്റെ ലുക്കില്ല? ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ അതിനുള്ള കഴിവുണ്ടോ? വേണ്ട കേട്ടോ.
എന്തിനാണ് ഫയൽ കയ്യിൽ? ഇതാ ചുമ്മാ രസത്തിന് ഇരിക്കട്ടെ. ഇത് എവിടെ നിന്ന് എടുത്തോണ്ട് വന്നത്? ഇത് പണ്ട് മറ്റേ അംഗനവാടി പോയപ്പോ കൊണ്ടുപോയതാ. ഇത് പൊടിയൊക്കെ തട്ടി ഇങ്ങെടുത്ത്. ചേട്ടാ ഓ ചേട്ടൻ എന്തിനാ ഫയല്? ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, ചുമ്മാ രസമല്ലേ, ഇരിക്കട്ടെ. പിന്നെ ആൾക്കാർ കാണുമ്പോൾ ഒരു മതിപ്പൊക്കെ വേണ്ടടി. ഇത് പിടിച്ചു നടന്ന ഒരു ഗമയാണ് അല്ലേ ചേച്ചി? പിന്നല്ല. കള്ളി. അല്ല ലച്ചു ടീച്ചർ, ശിവയും ടീച്ചർ, ഞാൻ പ്രൊഫസർ. ഞാനും ടീച്ചർ. അപ്പൊ ഇവിടെ എന്റെ റോൾ ഉണ്ടോ? ഗൗരമ്മ എന്താ പറഞ്ഞേക്കണേ? ഓളിഞ്ഞോളന്നല്ലേ? ആ അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അല്ല ടീച്ചർമാരൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിക്കത്തേ ഉള്ളു. ഉദ്ഘാടിക്കണ്ടേ? പിന്നെ വേണ്ടേ? എവിടാ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ആരെങ്കിലും വരുന്നുണ്ടോ? ഞാൻ കുറച്ച് ചെയ്യാൻ പോണ്ടേ? ഇതെന്താ ഇങ്ങനെ? ഡ്രസ് പണിനപ്പോ ഇപ്പടി ആയിരിക്ക്. എന്തോന്ന് കനകാൻഡി ഇത്? പണ്ടത്തെ തമിഴ് പടത്തിന്റെ ഷൂട്ടല്ലേ നടക്കണേ ഇവിടെ? നല്ല ഇരിക്കല്ല? പഴയ പടത്തിലേക്ക് സിനിമ നടിയെ പോലെ. നിജമോ? എന്തായാലും സംഭവം കൊള്ളാം. നല്ല ഇരിക്കല്ല? കനക ചേച്ചി അടിപൊളി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. സംഭവമൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ട്. പക്ഷെ ഇതെന്താണ് ഇത്രയും ഓവറെന്ന് ഞാൻ ചോദിക്കണില്ല. അത് ഞാനും ചോദിക്കുന്നില്ല. എന്തോന്നടാ ഇത്? ചമഞ്ഞൊരുങ്ങി നീ ഒരു പ്രൊഫസറാ? ഞാൻ പറഞ്ഞല്ലേ പ്രൊഫസർ ലുക്കില്ലേ? ഇല്ല, ഒട്ടുമില്ല. ഒട്ടില്ലെന്ന്. ചേച്ചി ഓ പിള്ളേരുടെ ഓ പാരന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ വരുമല്ലോ. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അവര് കുറച്ച് നേരം സ്പെൻഡ് ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ അവർക്കേ ഇച്ചിരി വെള്ളം, ഇച്ചിരി ചായ, ഇച്ചിരി കഴിക്കാനുള്ള സാധനങ്ങൾ ഒക്കെ കൊടുക്കണേ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് കാറ്ററിംഗ് വർക്ക് ചെയ്യണമല്ലോ തോന്നാ. പ്രൊഫസറിന്റെ ലുക്കില്ലേ ഇത്? ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വേറെ ആർക്കും വേണേലും ചെയ്യാല്ലോ. നീ തന്നെ ചെയ്യും, അത്രേ ഉള്ളു കേട്ടോ. കനകാൻഡി, നമ്മുടെ സ്വീറ്റ്സ് മധുരങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നത് കിച്ചണിൽ ഇരിക്ക്. പ്ലീസ് പോയി എടുത്തിട്ട് വരുക. അതെന്നെ ശിവ, നീ പോയി എടുത്തുക്കോ. നീ പോയി എടു. പൊന്നു ശിവ, ഒന്ന് പോയി എടുത്തിട്ട് വാ. ഇത് മാറണം അങ്ങോട്ട് പ്രൊഫസറെ. അമ്മു അമ്മൂമ്മ, ഇത് അമ്മൂമ്മയാണോ അതോ മതാവാണോ? ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? പിള്ളേരെ പഠിപ്പിക്കാനുള്ളതല്ലേ ഞാനും. അമ്മ പിള്ളേരെ പഠിപ്പിക്കാൻ പോവാ? അല്ല, പിള്ളേർക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഈ വരുന്ന രക്ഷകർത്താക്കളിലെ കുറച്ചു പേര് ഭയങ്കര പോസിറ്റീവാണ്, പിന്നെ കുറച്ച് ഷോയുമാണ്. അവരുടെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ. ആരാ ഉദ്ഘാടനം ചെയ്യുന്നേ? அம்மா அது வந்து சர்ப்ரைஸ். லெச்சு எங்கிட்ட சொல்லியிருக்கா. ആന്റി நான் சொல்ல மாட்டேன். லெச்சு நான் தமிழ் சொல்லி கொடுக்கட்டா? ഇതെന്താ എല്ലാവരും പഠിപ്പിക്കട്ടെ പഠിപ്പിക്കട്ടെ എന്ന് പറയുന്നത്? അവർ കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് നമുക്ക് ചിരിയിലൂടെയും കളിയിലൂടെയും എല്ലാം പറഞ്ഞു കൊടുക്കാലോ. അതല്ലേ നല്ലത്? അതാണ് പോയിന്റ്. ഇടോ മീര, താൻ എപ്പോഴും എന്റെ ഇടത് ഭാഗത്തുണ്ടാവണം. അല്ലെങ്കിൽ എന്റെ വലതുഭാഗം ഉണ്ടായിരുന്നാലും മതി. ഈ സമയത്ത് അമ്മായി. ഹലോ അമ്മായി, എവിടാണ്? ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് പോണ്. എന്തൊരു സൗണ്ട് കേൾക്കണ? വണ്ടി ഇരിക്കണ? ഓ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ, നമ്മളത് അങ്ങോട്ട് പോകാൻ പോണ്. ഓ ഏത് വണ്ടിയില്? ട്രെയിനില്ല. ട്രെയിനിലൂടെ പോണ? കള്ള അമ്മായി, എനിക്ക് അപ്പളെ ഉറപ്പായിരുന്നു തേക്കൂന്ന്. കൊള്ളാ, നന്നായിരിക്കണ്. ഇപ്പൊ നീ ഇത്രയും ചെയ്തിട്ട് ഞാൻ പറഞ്ഞൂടെ കേൾക്കാൻ ഞാൻ. എന്നാ പറ.
യു. ആ അല്ല എന്നാ പിന്നെ അമ്മായി പോയിട്ട് വാ. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയേ. ആ ആ ശരി അമ്മായി. എന്താടാ? ഈ അമ്മായിയുടെ വീട്ടിലേ ആ അമ്മായിയുടെ അമ്മ എന്തോ വന്നെന്തോ പറയുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു എലിപ്പായിട്ട് ഇങ്ങോട്ട് നിൽക്കണം. അപ്പം അമ്മായി പോവാതെ ശരിയാവില്ലെന്നൊക്കെ പറയണം. അപ്പം അമ്മായി പോണം. ശാർക്കരയ്ക്ക് പോയോ? ഓ ആ അത് കുഴപ്പമില്ല, പോട്ട്. ഇനിയിപ്പം എന്തായാലും നമ്മള് എന്തായാലും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമല്ലേ? അതെ, ഇപ്പൊ ഞാൻ തന്നെ മെയിൻ. ബാ. അല്ല, മെയിൻ ഉദ്ദേശിച്ചത് നമ്മളെ എല്ലാരെയും കൂടെയാ. മഞ്ഞ എന്താ കുഴപ്പം? നോക്കിക്ക അതിനകത്ത് മഞ്ഞ ലഡുക്കകത്ത് മുന്തിരി കുറവാ. ചുമന്ന ലഡു ആണെങ്കിലും മുന്തിരി ഉണ്ടാവും, അണ്ടിപ്പരിപ്പും ഉണ്ടാവും. അയ്യാ, ഞാൻ മുന്തിരി അണ്ടിപ്പരിപ്പ് നോക്കിയാൽ മേടിക്കും. ഒരു കാര്യം ചെയ്യട്ടാ, ഒരു ലഡുവിൽ 3 അണ്ടിപ്പരിപ്പ് 4 മുന്തിരി വെച്ച് ഉണ്ടാക്കാൻ പറയട്ടെ. അങ്ങനെ ഞാൻ പ്രത്യേകം പറഞ്ഞു ഉണ്ടാക്കും. അതെ, എല്ലായിടത്തുമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടല്ലേ. പേരൻസും പിള്ളേരും എല്ലാം വന്നിട്ടുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും ഭാഗത്തുനിന്ന് പിടിക്കാതെ വന്നാ മൈൻഡ് ചെയ്യണ്ട, സ്മൂത്തി അങ്ങ് വിട്ടേക്കണം കേട്ടല്ലേ. കേശു ഉദ്ദേശിച്ചത് പാരന്റ്സിന്റെ കാര്യമാണോ? എന്താ പിടിക്കാതെ വന്നാലെന്താ? ഇതുങ്ങളുടെ കാര്യം. കൂട്ടാലമ്പുള്ള ടീമാണ്. 1 പറഞ്ഞ് 2 കത്തെടുത്ത് നോക്കി പിടിക്കും. ആദ്യം നീ നിന്റെ സംസാരം നിർത്ത്, പിന്നെ ഈ ഷോയും. അല്ലെങ്കിൽ നിനക്ക് ഇച്ചിരി ഉള്ളതാണ് ഈ ആൾക്കാരെ കാണുമ്പോൾ ഒരു ഇളക്കം, അത് ആദ്യം നിർത്തിക്കും. പിന്നെ ആദ്യമേ കേശുവിന് ഞാനൊരു വാണിംഗ് തന്നേക്കാം. ഇവിടെ ഒന്നാമത് പിള്ളേരൊക്കെ വരും. അപ്പൊ ചിലപ്പോ പിള്ളേരുടെ ചേച്ചിമാര് വരും, കസിൻസ് വരും, മാമിയുടെ മക്കള് വരും, അങ്ങനെ പലരും വരും. വന്നിട്ട് പോട്ടെ, പ്രശ്നം. ആ വരുന്നതിൽ കൂടുതലും പെൺകുട്ടികളും ആയിരിക്കും. അപ്പൊ നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അതെങ്ങാനും ഇറക്ക കാലേ വരെ ഞാൻ ഭിത്തേ കയറ്റും കേട്ടല്ലോ. അവിടെ ആൾക്കാരിരിക്കണല്ലേ, ഈ കട്ട എടുത്ത് മണ്ടക്കിടിക്കേ. നിർത്തടാ. അതൊക്കെ അവിടെ നിക്കട്ടെ. ഉദ്ഘാടനം ആരാന്ന് പറയൂ? ഒന്ന് പ്രിപ്പയർ ചെയ്യാനാ. പ്രിപ്പയറാ? അവിടെ എന്തിനു കൊടുത്തു? അയ്യോ, മാനസികമായിട്ടൊന്ന് തയ്യാറെടുക്കാനാണെന്ന്. ഓ, പ്രിപ്പയർ ആവാൻ. அம்மா அது நான் சொன்னேன்ல சர்ப்ரைஸ்னு. എടാ വാ പോവാ, അവര് വെയിറ്റ് ചെയ്യും അവിടെ. പിന്നെ പോണ്ടേ? என்னம்மா ഉദ്ഘാടനം ആരാ? എന്റെ ഒരു സമാധാനത്തിന് എന്നൊന്ന് പറയാവോ? அது வந்து சர்ப்ரைஸ். എന്നാലും നീ എന്നോടൊന്ന് പറ, ഞാൻ ആരോടും പറയത്തില്ല. அது வந்து சர்ப்ரைஸ். അപ്പൊ ഞാൻ തന്നെ. ചേച്ചി ചേച്ചി നേരത്തെ വല്ല ഇറങ്ങി വന്നിട്ട് അവരൊക്കെ വല്ല പറഞ്ഞ? ഞാൻ വാ തുറന്നിട്ടില്ല. പിന്നെന്താ എല്ലാരും അവിടെ വടിവെങ്കിലും നിൽക്കണേ? വിളിക്കട്ടെ? അതെ, നിങ്ങൾ എന്താ അവിടെ തന്നെ നിക്കണെങ്കിൽ കയറി പോരെ. എന്താണ് ഇത്? പോയ കുഞ്ഞിനെ തുറന്നിട്ടേക്കണം. എല്ലാം കൂടെ മതി 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 മതി. 1 2 3 4 5 എണ്ണി വെച്ചോ, അവസാനം ഇല്ലെങ്കിൽ. മക്കളെ വാടാ, പറഞ്ഞില്ലേ നീ? ഓടി വാ ഓടി വാ. അയ്യോ, എല്ലാവർക്കും
കിറ്റി ഡേ കെയറിലേക്ക് സ്വാഗതം. അല്ല, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം, നിങ്ങൾ കയറി പോരെ. പറയട്ടെ. അപ്പം പാരന്റ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? എന്റെ പേരാണ് ശിവാനി. ഞാൻ നമ്മുടെ കിറ്റി ഡേ കെയറിലെ ടീച്ചറാണ്. പരിചയപ്പെട്ടിട്ടേ, ഇതാണ് നമ്മുടെ അമ്മൂമ്മ, ചോനർത്തല ഭവാനി അമ്മ. അമ്മൂമ്മ ഇവിടുത്തെ ടീച്ചറാണ്. പിന്നെ ഇതാണ് നമ്മുടെ മധുരൈ ആന്റി. ആന്റിയുടെ പേര് കനക എന്നാണ്. ആന്റി നല്ലൊരു ടീച്ചറാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ലക്ഷ്മി, ഞാനും ടീച്ചറാണ്. ഞാൻ ശിവാനിയുടെ സിസ്റ്ററാണ്. ഇത് എന്റെ അനിയൻ കേശു. ഞാൻ ഇവിടുത്തെ പ്രൊഫസറാണ്, കേശവ് ബാലേന്ദ്രൻ തമ്പി. പിന്നെ ഇത് പാറക്കുട്ടി, എന്റെ സിസ്റ്ററാണ്. ഇത് എന്റെ മോള് കല്ലു. ഗുഡ് മോർണിംഗ്. അതങ്ങനെയല്ല, ഗുഡ് മോർണിംഗ്. അപ്പൊ മക്കളെ, പരിപാടി ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മളെ ഉച്ചവരെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം വീട്ടിൽ വിടും. ഓക്കെ? നിങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പാർക്കുണ്ട്. പാർക്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കളിക്കാൻ പോവാ. ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാ ഉള്ളേ? എന്റെ മോനിച്ചിരി കരച്ചിൽ കൂടുതലാ. ഇവന്റെ കരച്ചിൽ മാറ്റാൻ പറ്റൂലെന്ന് അറിയണം. അവനെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നണില്ലല്ലോ. അല്ല, കരയണ കുട്ടിയാണെങ്കിൽ ഓക്കെ. ഇതുവരെയായിട്ടും മേഡത്തിന് അവന്റെ കരച്ചിൽ മാറ്റാൻ പറ്റിയില്ലേ? ഓ, എനിക്കൊന്നും പറ്റത്തില്ല. നന്നായി. മക്കളെ, അപ്പൊ മക്കൾക്കെല്ലാം കളിക്കാൻ പോണ്ടേ? കുറച്ചുകൂടെ കളിക്കാൻ പോണ്ടേ? അപ്പൊ നിങ്ങളെല്ലാരും പോയി കളിച്ചോ. ഓടാ, പോടാ, കളിയാ. ആഹാ. കൊള്ളാടാ. കരയണ കൊച്ചിന്റെ അമ്മ. അല്ല, ഈ പേരൻസ് അല്ല ചേച്ചി, ഇതിപ്പോ നമ്മള് പിള്ളേരത്തല്ലേ കളിക്കാൻ പറഞ്ഞേ? ഈ അമ്മമാരിത് എന്ത് ചെയ്യണ്? ആ കരയുന്ന കൊച്ചിന്റെ അമ്മയിലായിരിക്കണേ. തന്നല്ല, എനിക്ക് തോന്നണേ മിക്കവാറും ഇവര് കളിപ്പാട്ടം മേടിച്ചിട്ട് അവന് കളിക്കാൻ കൊടുക്കത്തില്ലായിരിക്കും. അങ്ങനെയായിരിക്കും അവൻ കരയണേ. അവനല്ല കരയണത്, എനിക്ക് തോന്നണത് ഈ അമ്മയാണ് കരയണെന്ന് തോന്നുന്നത്. തന്നെ തോന്നണ്ട, കളിക്കണ കാര്യം. മതി നിർത്തണേ. നമുക്ക് നമ്മുടെ ഡേ കെയർ ഇനോഗ്രേഷൻ ചെയ്യണ്ടേ? നമുക്ക് പഠിക്കണ്ടേ? നമുക്ക് കളിക്കണ്ടേ? അപ്പൊ നമുക്ക് ഇനോഗ്രേഷൻ ചെയ്തിട്ട് കളിക്കാം കേട്ടോ. ഇനാഗ്രേഷൻ ചെയ്യാൻ ഏത് സെലിബ്രേറ്റ് വരുന്നേ? ഐ മീൻ ഫിലിം സ്റ്റാർസ്. നമ്മളെ ഒരു മാമ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേരാണ് ഷാരൂഖ് ഖാൻ. പുള്ളി ഇപ്പൊ വേറൊരു സ്ഥലത്ത് പുറത്ത് ഷൂട്ടിന് പോയേക്കണം. വിളിച്ചിട്ടുണ്ട്, അടുത്ത തവണ ഇവിടെ വരുമ്പോ ചായ കുടിക്കാൻ ഇറങ്ങും, അപ്പൊ വരാന്ന് പറഞ്ഞു. ഇയാളുടെ മാമനാന്നോ? ആ പിന്നെ സ്വന്തം മാമൻ. പിന്നെ ഗൗരിയമ്മായി ഇന്നലെ ഇന്ന് രാവിലെ ഷാർക്കിലേക്ക് പോയത്. പുള്ളിക്കാരന്റെ വൈഫേ പോയാലേ. മക്കളാ, നമുക്ക് പഠിക്കണ്ടേ? അപ്പോ കുറച്ച് ഇവിടെ ടീച്ചറിന്റെ കോലം കേട്ട് നിൽക്കുന്ന എന്നെ മൈൻഡ് പോലും ചെയ്യണല്ല. ഒരു കാര്യം ചെയ്യാം, ഇവരെന്തായാലും വരുമെന്ന് തോന്നല്ല. കുറച്ചേരം ഇവിടെ നിന്ന് കളിക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും മേളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നല്ല തീരുമാനം. മക്കളെ, ഞങ്ങളെ ഒന്ന് പോയിട്ട് ദാ പറഞ്ഞ് നിങ്ങൾ കളിച്ചോട്ടാ. പൊളിക്കല്ലേ, ഒന്നും പൊളിക്കല്ലേ. ഉദ്ഘാടനം അത് പറഞ്ഞില്ല അമ്മ. അത് ഞാൻ സൊന്നല്ലേ സർപ്രൈസിന്. சொல்ல மாட்டேன்.
എന്താണ് രണ്ട് കൊരങ്ങിമാരും കൂടെ പരിപാടി? എടാ ഇത് കൊരങ്ങല്ലേടാ, ഇത് പട്ടിയാടാ കഴുതേ. യു ടേൺ പ്ലീസ്. പുറത്തെ സൈഡും കൂടെ ഓർമ്മ വേണമായിരുന്നിട്ടേ. ഒരു ഫോട്ടോ തരണേ. എനിക്കിട്ട് തന്നെ വെക്കണം കേട്ടോ. ഫയല്, പട്ടി, അത് ഇത് ഇത് ഇത്. ഡേയ് എന്തരുത്? എന്ത്? എന്തരെന്ന്? അത് ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി. അതൊക്കെ എനിക്ക് വായിക്കാൻ അറിയാം. ഈ ബോർഡ് എന്തിനാ ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചേക്കണേന്ന്? അത് ഞാൻ ചുമ്മാ വെറുതെ വെച്ചത്. ചുമ്മാ വെറുതെ അല്ലോ. എന്തോന്നാണ് അത്? വെറുതെ ഒരു ബോർഡ് അവിടെ ഇരിക്കട്ടെ, അതിനിപ്പോ എന്ത്? എന്നാ പിന്നെ ഫ്ലെക്സ് എത്ര നേരമായി? എന്തോ ഇവിടെ പരിപാടി? ഞാൻ എല്ലാവരും വിളിച്ചോണ്ട് വരട്ടെ അങ്ങോട്ട്. കണ്ടല്ലേ മത്തടി തുറന്നു നോക്കാൻ കൊണ്ട്. എന്തോ ചേച്ചി ഇവിടെ ഇരിക്കുന്നു, ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇത്. അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, നോക്കുന്നത്. എടി ആ ബോർഡിൽ പേര് വായിരടി. ലക്ഷ്മി ബാലേന്ദ്രൻ തമ്പി. അതല്ല നമ്മുടെ ചേച്ചി. എന്തൊക്കെ പ്രശ്നം? എടി ആ ബോർഡ് എന്തിന് ഇവിടെ വെച്ചേക്കുന്നു ഈ ടേബിളിന്റെ മുകളില്? എന്തിനാ വെച്ചേക്കുന്നേ? ചുമ്മാ ജസ്റ്റ് ഫോർ ഫണ്ണ്. ഫണ്ണല്ലേ? ഫണ്ണ് ഫണ്ണ് ഫണ്ണ്. ഇതാവുമ്പോഴേ ഈ കേറി വരുന്ന ആൾക്കാര് എന്തായാലും തെറ്റിദ്ധരിക്കുമല്ലോ, പ്രിൻസിപ്പൾ ആണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ ആള് ചേച്ചിയാണെന്ന്. അതിപ്പോ കേറി വരുന്ന ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിന് പിരിക്കെന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ വളച്ചെടുക്കല്ലേട്ടോ, തൂക്കെടുത്ത് നിനക്ക് എന്തോന്നാ? ചുമ്മാ ഒരു ബോർഡ് പേര്, അതിപ്പോ എന്ത്? നിങ്ങളിങ്ങനെ സംസാരിച്ചു നിക്കല്ലേ, മുഹൂർത്തം തെറ്റും. ചേച്ചി ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഏത് ചെക്കൻ? അല്ല ചേച്ചി രണ്ടാമത് കെട്ടിക്കാനായിട്ട് മുഹൂർത്തത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ല. ഇമാതിരി ചലവൊന്നും എന്റെ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല കേട്ടാ. വായി നോക്കി. ആരെ വിളിച്ച? ഇവിടെ വേറെ ആരും വിളിക്കാം, നിന്നെ തന്നെ വിളിച്ച്. ചുമ്മാ കളിക്കില്ലട്ടാ. എടാ ആ പിള്ളേര് കളിച്ചു കഴിഞ്ഞെങ്കിൽ അവരൊന്നും വിളിച്ചോണ്ട് വാടാ, ഇനോഗ്രേഷൻ ചെയ്യണ്ടേ നമുക്ക്. ആര് വിളിച്ചോണ്ട് വരെ? നീ വിളിച്ചോണ്ട് വരാ? വേറെ ആരും വിളിച്ചോണ്ട് വരാൻ? ഞാൻ താഴെ പോയി പിള്ളേരെ വിളിച്ചോണ്ട് വരാനാ. കേശു, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നിന്റെ അലപ്പറ വാ ഇവിടെ കിടന്ന് തുറക്കരുത്. പോയി വിളിച്ചോണ്ട് വരാ എല്ലാത്തിനെ. ഒന്നാമത് ഇപ്പൊ ആ അമ്മൂമ്മയും കരകാരി കൂടെ എല്ലാരും കത്തി വെച്ച് ഓടിക്കുന്നുണ്ടാവും. ഞാൻ പോയി വിളിച്ചോണ്ട് വരാനാ നിങ്ങളല്ല? പിന്നെ അതല്ല നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്. അതങ്ങനെ നടക്കും, എന്നെ കൊണ്ടൊന്നും പറ്റൂല. കേശു പോയി വിളിച്ചോണ്ട് വാ. കേശു, ഇവിടുത്തെ പൊതു കാര്യങ്ങളൊക്കെ നീ നോക്കിയാ മതി. അത് നീ നോക്കിയാലേ ശരിയാവത്തുള്ളൂ. ഈ പൊതു കാര്യങ്ങളെന്ന് പറയുമ്പോ ശിവ പറഞ്ഞു. ഈ പൊതു കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പിള്ളേരെ കളിക്കുമായിരിക്കും. അപ്പൊ അവർക്ക് ദാഹിക്കുമ്പോഴത്തേക്കും വെള്ളം, നാരങ്ങ, ചായ, കാപ്പി അതൊക്കെ കൊണ്ട് കൊടുക്കുക. പിന്നെ പിള്ളേർക്ക് മൂത്രമൊഴിക്കണെ കൊണ്ട് മൂത്രമൊഴിപ്പിക്കുക, വേറെ കാര്യം അതുകൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ ഈ ബുക്ക്, പേന, പേപ്പർ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഈ സീസോ ഉണ്ട്, സ്ലൈഡ് ഉണ്ട്, ഊഞ്ഞാലുണ്ട്, അതിലേക്ക് മെയിൻ്റെനൻസ് പണി, തുരുമ്പടിക്കേണ്ടൊക്കെ നോക്കണം. പിന്നെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇങ്ങനെ ദാഹിച്ച് തളർന്ന് നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വല്ല ജ്യൂസോ നാരങ്ങയോ ചായയോ കാപ്പിയൊക്കെ എന്റെ പൊന്നുമോ കൊണ്ട് തരണം. ഞാൻ തന്നെ ഇവിടുത്തെ പ്യൂണാ. ആണോന്ന്? തുടക്കത്തില് അതൊക്കെ കഷ്ടായി തോന്നും, പക്ഷെ പോപ്പോ എല്ലാം ശരിയായിക്കോളും. പോപ്പോ എല്ലാം ശരിയായിക്കോളൂന്നാ? എന്താടാ അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പിള്ളേര് കഴിയുമ്പോ ഇച്ചിരി വെള്ളം കൊടുക്ക, ഇച്ചിരി പാല് കൊടുക്ക, അവരെ വല്ല അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ നടത്തിക്ക, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ചിലപ്പോ കരയും കുട്ടികളാവുമ്പോ. അവരൊന്ന് പാറമട കൊണ്ടുപോയി കാക്കയോ പൂച്ചയോ കോഴിയോ മയിലിനെയോ. മയില് പാറമടയില്ല, ബാക്കിയുള്ളതിനെ കാണിച്ചു കൊടുക്കാലോ. അങ്ങനെ തന്നെ ചെയ്യാം. മീരാ കൃഷ്ണൻ ടീച്ചർ കഥയും പറഞ്ഞോണ്ടിരിക്കുക. പേടിക്കാനാ? അവനുണ്ടല്ലോ എന്റെ ഈ കസേരയിലാണ് നോട്ടം. നിങ്ങൾ ഒരു കാരണവശാലും അവനെ സപ്പോർട്ടും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ഇച്ചിരി ഹുങ്ക് കൂടുതലാ, കുറച്ചൊക്കെ ഇടിച്ചു താത്തി നിർക്കണം അവനെ. അത് നമുക്ക് ആലോചിക്കാം. അല്ല മേഡത്തിന് എന്താണ് ഈ കസേരയിലെ പരിപാടി? അത് ഗൗരിയമ്മ ഇവിടെ ഇല്ലല്ലോ, പിന്നെ തലയ്ക്ക് മൂത്തതും ഞാനാണ്. പിന്നെ ഇവിടെ ഉള്ളവരില് ഇച്ചിരി ബോധവും വെളിവൊക്കെ ഉള്ളത് എനിക്കാണല്ലോ. അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഞാൻ. ബോധവും വെളിവും നമുക്കറിയാം, അത് ചേച്ചി വിട് കേട്ടോ. ചുമ്മാ കോമൺ പറയല്ലേ ചേച്ചി, മനുഷ്യനെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട്. അതെ, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്ക് ഈ പിള്ളേരെയൊക്കെ ഒന്ന് ഭരതനാട്യം പഠിപ്പിച്ചാലോ? ഇപ്പോഴാ? എന്റെ ടീച്ചറെ നമുക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിക്കാം. ഡാൻസ് മാത്രമല്ല പാട്ടും പഠിപ്പിക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കുറച്ച് ജോലികൾ ഉണ്ടല്ലോ, നമുക്ക് അതൊക്കെ തീർത്തിട്ട് ഡാൻസ് എന്തായാലും പഠിപ്പിക്കും, ഉറപ്പായിട്ടും പഠിപ്പിക്കും. പോരെ? ഞാൻ ആദ്യം ബാക്കിയുള്ള ജോലികളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം.
ഒച്ചേ എന്ത് വായി നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആ ഇനോഗ്രേഷൻ സെറ്റപ്പ് ഒക്കെ ചെയ്. ഞാനാ പോയ നാളെ മുറിക്കുള്ള കത്രിക എടുത്തു കൊച്ചേ. ചെല്ലി പോ. എന്ത് ഒന്നുമില്ല പിന്നെ ടീച്ചറോടെങ്കിൽ കുറച്ചേരം ഇവിടെ ഇരുന്നു കേട്ടോ. ആ കുഴപ്പമില്ല. എന്താ എഴുതുന്നേ? അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ സാധാരണ ഇങ്ങനെ പ്രിൻസിപ്പൾമാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കില്ലേ, അങ്ങനെ ശരി. ചുമ്മാ പേരും ഡേറ്റ് ഒക്കെ എഴുതിക്കോ എഴുതിക്കോ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.